സിപിഐഎം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കർഷക സംഘം മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കെ.വി. രാമകൃഷ്ണൻ അന്തരിച്ചു. അനാരോഗ്യം മൂലം വിശ്രമത്തിലായിരുന്നു. പാലക്കാട്ടെ ഇടതുപക്ഷ കർഷക പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കരുത്തനായ നേതൃത്വം വഹിച്ച നേതാവായിരുന്നു കെ.വി. രാമകൃഷ്ണൻ. സംസ്കാരം നാളെ പാലക്കാട്ടെ ചന്ദ്രനഗർ ശ്മശാനത്തിൽ നടക്കും. പാലക്കാട്ടുകാരുടെ സ്വന്തം നേതാവായിരുന്നു KVR എന്ന് വിളിക്കുന്ന കെ.വി. രാമകൃഷ്ണൻ. CPIM-ന്റെയും കർഷക പ്രസ്ഥാനങ്ങളുടെയും മികച്ച നേതൃത്വമാകാൻ KVR-ന് സാധിച്ചു. ദേശാഭിമാനി ബാലരംഗത്തിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച KVR യുവജന പ്രസ്ഥാനത്തിലും സജീവമായിരുന്നു. CPIM അട്ടപ്പാടി, മലമ്പുഴ, ചിറ്റൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കർഷക സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ പദവികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ കർഷക പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് തീരാനഷ്ടമാണ് KVR-ന്റെ വിടവാങ്ങലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. പാലക്കാടൻ ജീവിതത്തോട് അലിഞ്ഞു ചേർന്ന ഒരു പൊതുപ്രവർത്തനമാണ് സഖാവ് KVR നടത്തിയത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആദരവും ബഹുമാനവും ആർജിച്ചെടുക്കാൻ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിനിടയിൽ സാധിച്ചു. മികച്ച നേതൃപാഠമുള്ള നേതാവായിരുന്നു KVR എന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട് ജില്ലയിൽ CPIM-ഉം കർഷക പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന സംഘാടകരിൽ ഒരാളായി ദീർഘകാലം പ്രവർത്തിച്ച സഖാവാണ് KVR. CPIM നേതാക്കൾ ചേർന്ന് മൃതദേഹത്തിൽ ചെങ്കൊടി പുതപ്പിച്ചു. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CK രാജേന്ദ്രൻ, NN കൃഷ്ണദാസ്, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ, കൈരളി ചാനൽ ഡയറക്ടർ TN അജയൻ, CPI നേതാവ് KE ഇസ്മയിൽ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.